കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം പറ. ഹലോ, എൻ്റെ പേരാണ് ടോപ്പി. എല്ലാവർക്കും ഓക്കെ പൊന്മണിയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നെനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഇന്ന് ഭയങ്കര പ്രത്യേകമുള്ള ദിവസം കേട്ടോ. ഇന്നെനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ്. നിന്റെ കുണ്ടിന് മിണ്ടാൻ പോ. അങ്ങനെയൊക്കെയാണ്. ഹായ്, അപ്പൊ അതെല്ലാവർക്കും സുഖമാണോ? അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓശാന. ഒരാൾ തുമ്മുമ്മക്ക് ഇരിക്കുന്നു. അപ്പൊ കൂട്ടുകാർക്കൊക്കെ കൂടി ഒരു സമ്മാനം. ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസം കേട്ടോ. അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കാണാൻ ഭയങ്കര ഡള്ളായിട്ട് ഇരിപ്പുണ്ട്. കാരണം എനിക്ക് നല്ല പെയിനൊക്കെ ആയിരുന്നു. അതിൽ നിന്ന് ശരിയായിട്ട് റെഡിയായി വരുന്നേ ഉള്ളൂ. ഞാൻ ഛർദിയൊക്കെ കഴിഞ്ഞ് എൻ്റെ ഒരു എനർജറ്റിക് മൂഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഛർദി കഴിയുമ്പോഴാണ് ഞാനൊന്ന് ഉഷാറാവുന്നത്. പറയൂ, നീ കാര്യം ഒന്ന് പറയോ? ഇനി അരമണിക്കൂർ ഇരിക്കും അങ്ങനെ അതും പറഞ്ഞു. ഒന്ന് പറ കേട്ടോ, എന്നിട്ട് പോവാ. എങ്ങോട്ടാ പോണേ? ഒന്ന് പറയടി, തുടങ്ങ്. അപ്പൊ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാന ദിവസമാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് കുഞ്ഞു ബേബി വരുന്നതാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം മതി എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ വാക്കുകൾ നിനക്ക് അന്ന് ഓർമ്മ ഉണ്ടാവില്ല. ഇന്നെന്താ ദിവസം? ഓശാന മാത്രല്ല, ഈ ഓശാന ദിവസത്തിൽ എന്താ നമ്മുടെ പ്രത്യേകത? നമുക്ക് നമ്മുടെ ലൈഫിൽ എന്താ പ്രത്യേകത ഉള്ളത്? നിനക്ക് എന്താ നിന്റെ ലൈഫിലാണ് പ്രത്യേകത വന്നിട്ടുണ്ടായിരുന്നത്? പള്ളിയിൽ പോവും, കുരുത്തോലയുണ്ട്. എന്താ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പള്ളിയിൽ പോയില്ലേ? ഞായറാഴ്ച പള്ളി കുരുത്തോലയും കൊണ്ടല്ലോ. ഇവൻ ഇങ്ങനെയാട്ടോ. ഇവന് ഓർമ്മയുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ഇവനെ പിടിച്ചിരുത്തിയിട്ട് ചോദിക്കുന്നത്. ഇവൻ ഇങ്ങനെയും ഓർമ്മയില്ല. ഞാൻ ക്ലൂ തരാം. ക്ലൂ തരട്ടെ? ഒരു 6 years ബാക്ക് പൊക്കെ നീ. പോ 6 years ബാക്കോ? ഇഷ്ടാന്ന് പറഞ്ഞ ദിവസോ? അത് 2-ാം തീയതി അല്ലേ? ഓശാനിക്കാണോ? ഇന്ന് 2-ാം തീയതി അല്ലേ? എന്റെ കുഴപ്പമില്ല, ഇന്ന് 2-ാം തീയതിയാണ്. ഞാൻ പൊന്നൂനോട് ഇഷ്ടാന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോ 7 വർഷമായി. അപ്പൊ പൊന്നൂനോട് ഇഷ്ടാന്ന് പറഞ്ഞിട്ട് ഇന്ന് 7 വർഷമായി അല്ലേ? അപ്പൊ ചെലപ്പോ ഇന്ന് കുഞ്ഞുണ്ടായാലോ? ഇന്ന് കുഞ്ഞാവേണ്ടായ ട്വിസ്റ്റ് ആയിരിക്കും അല്ലേ? എന്തായാലും നീ കടിക്കാൻ നിൽക്കുന്നേ? എനിക്ക് കടിക്കാൻ ഇഷ്ടവാ. നിന്നെ ജയിലിൽ കൊണ്ടുപോടാ, ഗർഭിണി വെച്ച് കടിപ്പിക്കാൻ നോക്കി. പട്ടിനെ വെച്ച് കടിപ്പിക്കാൻ കൊടുത്ത് പോസ്കോ കേസിൽ അടക്കാം. പട്ടീനെ വെച്ച് കടിപ്പിക്കാൻ എങ്ങനെ കുഞ്ഞാകത്താകുന്നു? കടിക്കുന്ന ഉപദ്രവകാരിയാണ് ഇവൻ. അപ്പം എന്താ പറയാ, ഞാന് 2016 ഈ ചെക്കൻ എന്നോട് ഇഷ്ടാന്ന് പറഞ്ഞ കേട്ടോ. നിനക്ക് എത്ര വയസ്സായിരുന്നു? 16 വയസ്സ്. അയ്യോ. അപ്പം 7 വർഷമാവാണ് ഇച്ച എന്നോട് ഇഷ്ടാന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ കറക്റ്റായിട്ട് ഇഷ്ടാന്ന് പറഞ്ഞൊരു ഡേറ്റ് ഇല്ല കറക്റ്റായിട്ട്. നീ എന്നെ ഇഷ്ടപ്പെട്ടില്ല, ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടെ. പിന്നെയോ? നിനക്കപ്പോ ഇഷ്ടമല്ലായിരുന്നു എന്നെ. ഞാൻ പറയുന്നില്ല കേട്ടോ, ഫ്ലാഷ് ബാക്ക് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. നീ എന്നെ ഇഷ്ടപ്പെട്ടെ? എന്താ? അപ്പൊ ഞാന് +1 പഠിക്കുന്ന സമയം, 2016 ഞാൻ +1 +1 പഠിക്കുന്ന സമയത്ത് ഈ ചെക്കൻ എൻ്റെ കൂടെ പഠിക്കുന്ന വേറൊരു പെണ്ണിനെ ഇഷ്ടാന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നു. അല്ല, എൻ്റെ അടുത്ത് വന്നല്ല, ഞാൻ പവിനെ പറഞ്ഞു ചുമ്മാ. നീ അങ്ങനെ തന്നെ നടക്കും. ഞാൻ പറയട്ടെ, ശരിക്കും അങ്ങനെയാ സംഭവിച്ചത്. എൻ്റെ കൂട്ടുകാർക്കൊക്കെ അറിയാടോ ചെക്കോ നിന്നെ കൊള്ളത്തരം. പക്ഷെ ഞാനൊരു കാര്യം പറയും, ഇവനുണ്ടല്ലോ, ഇവൻ ശരിക്കും എന്നെ ഇഷ്ടമെന്ന് പറയാൻ വന്നതല്ലായിരുന്നു. എൻ്റെ കൂട്ടുകാരി എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടീനെ ഇഷ്ടം. അവരുടെ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല, അങ്ങ് പറയുന്നത് മോശമല്ലേ?
നീ ഇങ്ങനെയൊന്നും മിണ്ടായിരിക്കും കുറച്ചു നേരത്തേക്ക്. ഇവന് ടെൻഷൻ ടെൻഷൻ അടിക്കുന്നതിന് പിന്നെ അയ്യോ അയ്യോ ടെൻഷൻ അടിക്കാൻ മാത്രം ഇപ്പൊ എന്താ? ആമ്പിള്ളാണ് ഇഷ്ടപ്പെടും. എടാ നിന്റെ ഇഷ്ടം എന്താ ഞാൻ പറഞ്ഞുതരാം. ഇവനുണ്ടല്ലോ ഞാൻ പറയട്ടെ, എന്റെ കൂട്ടുകാരിന് ഇഷ്ടാന്ന് പറയാൻ വന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടക്ക് ഇത്ര നല്ല പെൺകുട്ടികളെ കിട്ടും, ഇവരെയാണോ കിട്ടിയുള്ളൂ നോക്കാന്ന് പറഞ്ഞു. അപ്പൊ ഒരാളുടെ മനസ്സിൽ എന്താ പറയാ, എന്തിളകിന്ന് പറയാ, പ്രേമല്ല, സ്പാർക്ക് ഇച്ചേ ഞാൻ പറയട്ടെ. അപ്പൊ ഒരാൾക്കാണെങ്കിൽ ഭയങ്കര കടുത്ത പ്രേമാട്ടോ ആ കൊച്ചിനോട്. എന്നിട്ട് എന്നോട് പിന്നെ ആ കൊച്ചിനെ കിട്ടി ഞാൻ തൂങ്ങി ചാവുമായിരുന്നു. വെറും തള്ളു. അവിടെ എങ്ങനെ ഇരുന്നേന്ന് എനിക്ക് ഇപ്പോഴും ഇന്നലെ നടന്ന സംഭവം പോലെ എന്റെ മനസ്സിലതുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു ചേട്ടക്ക് എത്ര നല്ല അന്ന് ഇങ്ങനെയൊന്നല്ല കേട്ടോ. അന്ന് ഇച്ചിരിയും കൂടി എന്താ പറയാ എങ്ങാണല്ലോ 6 വർഷം മുന്നേ. ഇപ്പൊ എന്താ പ്രായമായി എനിക്ക്. പിന്നെ ഒരു കൊച്ചിന്റെ അപ്പനായി. എങ്ങല്ലേ എങ്ങാണ് എങ്ങപ്പനല്ലേ. അപ്പൊ ഞാൻ പറയട്ടെ, ഓ എങ്ങപ്പ സമ്മതിച്ചേ. അപ്പൊ ആ പുള്ളി പക്ഷെ ആ കൊച്ചിനോട് ഇഷ്ടമാണോ എന്നൊന്ന് ചോദിക്കുമെന്ന് പറയാൻ വേണ്ടിട്ട് എൻ്റെ അടുത്ത് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടക്ക് ഇതിന് നല്ല എത്ര നല്ല പെൺകുട്ടികളെ കിട്ടുമെന്ന്. അപ്പൊ ഞാന് അങ്ങനെ പറഞ്ഞപ്പോ ഇച്ചേന്റെ മനസ്സിൽ സ്പാർക്ക് വീണു. ഓ ആ പെണ്ണ് വേണ്ട, ഈ പെണ്ണ് എന്നാന്ന് നോക്കിയേക്കാന്ന്. അത് കഴിഞ്ഞാണ് ഈ സംഭവം. നീ അവളെക്കാൾ സുന്ദരിയായിരുന്നു. അതല്ല ഞാൻ പറയുന്നത്, സുന്ദരിന്റെ അല്ല, നിന്റെ മനസ്സിൽ ഇഷ്ടം നോക്ക്. ഒരു പെൺകുട്ടീനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അത് പറയാൻ വേണ്ടി ആ കൊച്ചിന് ഇഷ്ടമാണോ എന്ന് ചോദിക്കാൻ വരുന്ന ഒരാള് ഇപ്പൊ അതിന്റെ വേറെ കൂട്ടുകാരിനെ കണ്ടപ്പോ എന്നാ പിന്നെ അത് വേണ്ട, ഇത് മതിന്ന്. അപ്പൊ എന്റെ ഇച്ച എന്നോട് ഇഷ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ പൊന്നിനോട് ഇഷ്ടാന്ന് പറഞ്ഞിട്ട് 7 വർഷമാവുക. അപ്പൊ ഞങ്ങളുടെ ജീവിതത്തിലെ ഭയങ്കര സന്തോഷപരമായ ഒരു ദിവസമാണെന്ന്. ഭയങ്കര സന്തോഷാട്ടോ പൊന്നൂന്. കാരണം പൊന്നൂന് ഇഷ്ടമെന്ന് പറഞ്ഞില്ലേ, ഇല്ലായിരുന്നെ പാവം കൊച്ച്. എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. അല്ല ഞാൻ വേറെ ആരെയും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നുണ്ടോ? പിന്നെ വേറെ എവിടെയെങ്കിലും പശുവിനെയൊക്കെ കറന്ന് പുല്ലൊക്കെ ചുമന്ന് അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ ജീവിക്കുന്നുണ്ടാവുക. എന്റെ പൊന്നുമോനിനെ കിട്ടിയിട്ട് എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. അപ്പൊ ഇച്ചക്ക് എന്താ പറയാനുള്ളേ? എനിക്കെന്ത് പറയാനാ? നിന്റെ സെലക്ഷനെ കുറിച്ച് നീ പറഞ്ഞേ. നല്ല സെലക്ഷൻ ആട്ടോ, നല്ല അടിപൊളി സെലക്ഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ സെലക്ട് ചെയ്യാം. റയർ പീസാ ഒറ്റ ഒന്നേ ഉള്ളൂ. എന്റെ പാവല്ലേ. ഒരു ക്രഷ് എന്ന് വെച്ചാൽ ഒരു പെൺകുച്ചിനെ ആദ്യമായിട്ട് കാണുമ്പോ നമുക്കൊരു അട്രാക്ഷൻ ഒക്കെ തോന്നില്ലേ? ഒരു അട്രാക്ഷൻ, അതൊന്ന് മിണ്ടാൻ തോന്നുക, അങ്ങനത്തെ ഒരു അത് ക്രഷ്. നിനക്ക് എന്നൊക്കെ ഫസ്റ്റ് കണ്ടപ്പോ എന്താ തോന്നിയേ? നിന്നോട് എനിക്ക് ഭയങ്കര സ്നേഹം തോന്നി ആദ്യമായിട്ട് കണ്ടപ്പോ. പക്ഷെ വല്ല വേറൊരു സ്നേഹം, ക്രഷ് അല്ല, ഒരു സ്നേഹം. നീ ഭയങ്കര പാവായിരുന്നു. ഇപ്പൊ നീ പാവ, പക്ഷെ നീ ഒരു ഭയങ്കര സാധാരണ ഉള്ള പെൺകുട്ടികളെ പോലെ അല്ലായിരുന്നു നീ. അതല്ല നിനക്ക് വലിയ കാര്യമായിട്ടൊന്നും ഒന്നിനെ പറ്റി വലിയ ഐഡിയാസ് ബോധമോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നിനക്ക് വലിയ ജാടയും ഇല്ലായിരുന്നു. ഒന്നും അറിയില്ലല്ലോ ജാട ഉണ്ടാക്കണം. എല്ലാരോടും മിണ്ടും, എല്ലാ ആൾക്കാരോടും ഒരേപോലെ ഒത്തിരി ആൾക്കാർക്ക് ഇവളോട് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവിടെയും കിട്ടി, അതുകൊണ്ട് ഞാൻ സന്തോഷവാനാണ്, സന്തുഷ്ടനാണ്. പിന്നെ ഞാനോ എന്നെ പറ്റി പറ. ഇച്ച ഉണ്ടല്ലോ ഭയങ്കര, നമ്മള് കാണുമ്പോ നിന്നെ ആദ്യം കാണുമ്പോ എന്താ വിചാരിക്കുന്നറിയോ? ഓ എന്തൊരു ജാടയാ ഈ ചേട്ടായിക്ക്, എന്തൊരു അഹങ്കാരിയാ. ഇവനുണ്ടല്ലോ ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം ഞാനിങ്ങനെ എന്നുള്ള ആളാ. ഇവൻ വെറും വള. നീ അധികം സംസാരിക്കില്ല,
നിനക്ക് മനസ്സിൽ അങ്ങ് പിടിക്കണം, എന്നാലാണ് നീ മിണ്ടുള്ളൂ ഒരാളോട്. ഞാൻ വർക്ക് ചെയ്യാൻ പോയ കെയർ ഹോമിൽ ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി വന്നു. അന്ന് 2 കാര്യങ്ങൾ സംഭവിച്ചു. ഒരുത്തന്നെ ഇവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. 2 അതിനുശേഷം ഞാൻ കെയർ റൂമിൽ പോയിട്ട് വിൽക്കാൻ. ഇഷ്ടമാണെന്നൊക്കെ പറ, അതിപ്പോഴും എത്ര പേര് പറയുന്നുണ്ട്. അയ്യോ പിന്നെ നീ അമ്മയായി, അമ്മച്ചിയായി. അമ്മയല്ല അമ്മച്ചി. അമ്മച്ചിയില്ല, അമ്മച്ചി. കൊച്ചിന്റെ അമ്മച്ചിന്ന് വിളിക്കും, എന്നേ പൊന്നമ്മച്ചിന്ന് വിളിക്കും. പിന്നെ എന്നെ കണ്ടാ പിന്നെ ചെറിയ പയ്യനായിട്ട് തോന്നുന്നു. പിന്നെ മിണ്ടാണ്ടിരിക്കാൻ അറിയത്തില്ല. ഇവളങ്ങനെ മിണ്ടി അവിടെ വർക്കിന് വരുന്ന ഓരോ ഇംഗ്ലീഷുകാർ ഇവളോട് ഇഷ്ടമാണെന്ന് പറയും ലാസ്റ്റ്. എന്നിട്ട് വന്ന് എന്നോട് പറയും ഞാൻ എന്ത് ചെയ്യാനാ. എന്നിട്ട് ഞാൻ എന്താ ചെയ്തെന്ന് പറ. എന്നിട്ട് പിന്നെ ആ കെയർ റൂമിൽ വരില്ല വർക്ക് ചെയ്യാൻ എന്റെ കൂടെ. ഞാനുണ്ട്, മമ്മിയുണ്ട്, പപ്പയുണ്ട്, കുഞ്ഞേച്ചിയുണ്ട്, പിന്നെ ഇവരൊക്കെ ഇല്ലേ. സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഫ്രണ്ട്സ്. എന്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും നിന്നെ ഇഷ്ടമാണ്. പിന്നെയോ എല്ലാരും കമന്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇപ്പൊ ചെയ്യും. ഈ ഏപ്രിലിൽ നമുക്ക് എന്തോ പ്രത്യേകത ഉണ്ടല്ലേ ചേ? ഏപ്രിൽ നമുക്ക് പ്രത്യേകതയുണ്ട്. ഏപ്രിൽ നല്ലൊരു മാസം, നല്ല മാസം. വെക്കേഷൻ അല്ലേ? വെക്കേഷൻ മാത്രല്ല, വിഷു ഉണ്ട്, ഈസ്റ്റർ ഉണ്ട്. വിഷു ഉണ്ട്, ഈസ്റ്റർ ഉണ്ട്, കുഞ്ഞുവാവയുണ്ട്. വിഷുവിന്റെ അന്നാണ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക്. നാട്ടിലെ വിഷുവിന്റെ ആ ദിവസമാണ് ഇവിടെ ഡേറ്റ് പറഞ്ഞിരുന്നത് ആദ്യം 14-ാം തീയതി. പക്ഷെ അതിന് മുന്നേ തന്നെ കുഞ്ഞുവാവ് വരും. ഒരു 2-3 ദിവസത്തിനുള്ളിൽ ചിലപ്പോ വരാൻ സാധ്യത ഉണ്ട് അല്ലേ? വെയിറ്റിംഗ് ആണ്. സർപ്രൈസ് ആയിട്ട് ഞാൻ പറയും. പക്ഷെ നല്ല പെയിൻ വരുന്നുണ്ട് കേട്ടോ. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് പെയിൻ വരും, ഭയങ്കര പെയിൻ വരും. ഇടയ്ക്ക് പെയിൻ വരുമ്പോൾ സങ്കടാവും കേട്ടോ. അത് ചാടിയേ, അത് ചാടിയല്ലോ. ഗിഫ്റ്റ് എൻ്റെ വയറ്റിലിരിപ്പുണ്ട്, വരട്ടെ, വെയിറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ സന്തോഷകരമായ ജീവിതം മുന്നോട്ടേക്ക് പോകുന്നത്. 7 വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് മാറ്റം വന്നു എന്നൊക്കെ എല്ലാരും പറയും. പക്ഷെ 7 വർഷം കൊണ്ട് ഒരുപാട് മാറ്റം വന്നു. എനിക്ക് പക്വത ഒന്നുമില്ലേ? പിന്നെ 2 എണ്ണം, ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന്. പക്വത നിനക്കെന്ത് പക്വത വന്നു? എന്നോ എനിക്ക് പക്വത വന്നു. 7 വർഷം കൊണ്ട് ഇവർക്ക് വന്ന മാറ്റങ്ങൾ ഞാൻ പറയാം. മൊത്തം കുരു. 7 വർഷം കൊണ്ട് ഇവിടെ 2 കമ്മലും കൂടെ വന്നു. 2 കമ്മല് വന്നു. പിന്നെന്താ, മുടി മൊത്തം മുറിച്ചു, മുടി മൊത്തം പോയി. അമ്മച്ചിമാരെ പറയായി, മുഖത്ത് കുറെ പാട് വന്നു. അതുണ്ടല്ലോ. പിന്നെ വയറ് വീർത്തു. വയറ് ചാടിയല്ല, കുഞ്ഞാവല്ലേ. വയറ് കുഞ്ഞുവാവുണ്ട് വയറ്റില്. പിന്നെ സ്വന്തമായിട്ട് ജോലിക്ക് പോകാൻ തുടങ്ങി. സ്വന്തമായിട്ട് ജോലിക്ക് പോയി, സ്വന്തമായിട്ട് കാറ് വാങ്ങി. സ്വന്തമായിട്ട് കാറ് വാങ്ങി കേട്ടോ. ഇവിടെ എനിക്കൊരു BMW വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വെഡിങ് ആനിവേഴ്സറി. അതൊക്കെ കൊടുത്തട്ടോ, വണ്ടിയെ കൊടുത്തു. നമുക്ക് സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ വന്നപ്പോൾ നമ്മൾ വണ്ടികളൊക്കെ വിറ്റു. കാരണം ഇപ്പൊ വർക്കിന് പോകാൻ പറ്റില്ല, ഇപ്പൊ ജോലിക്ക് പോകാൻ പറ്റത്തില്ല. നമ്മൾ ഫുൾ ടൈം ഇവിടെ കേട്ടോ. ഒറ്റ പെട്ടല് ഒട്ട് കുട്ടിയോ. നിനക്ക് എന്തായി? കുഞ്ഞുമാവൻ വരും ഞങ്ങളുടെ ജീവിതത്തിലേക്ക്. ഇത്തിക്ക് എന്താ മാറ്റം വന്നറിയോ? ഞാൻ പറയാം. ആദ്യം സിംഗിൾ ആയിരുന്നു. അല്ല, സിംഗിൾ അല്ലായിരുന്നു, കമ്മിറ്റഡ് ആയിരുന്നു. നീ ഒരു ദിവസമല്ലേ നീ ബ്രേക്കപ്പിന് ടൈം എടുത്തുള്ളൂ. അത് കുഴപ്പമില്ലാന്ന്. അത് കഴിഞ്ഞ് 2ാമത്തെ ദിവസം ഞാൻ എന്നോട് ഇഷ്ടമെന്ന് പറഞ്ഞു. പിന്നെ ലൈഫിൽ മൊത്തം എന്നെ എങ്ങനെ സെറ്റാക്കി എടുക്കാന്നുള്ള ഒരു വർഷമാക്കി എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഡിസൈനിങ് കോഴ്സിന് പോയി, എറണാകുളത്ത് പോയി. വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് മാറി നിൽക്കുന്നത്, ജീവിതത്തിൽ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു. പിന്നെ സ്വന്തമായിട്ട് ജോലിക്ക് കയറുന്നു. ഫസ്റ്റ് ജോലിക്ക് കയറുന്നു. പിന്നെ ജോലിക്ക് കയറുന്നു. 1 വർഷമൊന്നും നീ കംപ്ലീറ്റ് ആയിട്ട് ജോലിക്ക് പോയില്ലേ? 1 വർഷം പോയി. ഇല്ല 10 മാസമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പത്തേക്കും പാർട്ട്ണറിനെ കൂട്ടിയിട്ടൊരു ബിസിനസ് ഒക്കെ തുടങ്ങി. അപ്പൊ അത് അങ്ങനെ 2 വർഷം കൊണ്ട് അത് നല്ല സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോയി. ബാച്ചിലർ ലൈഫ്. അപ്പൊ അത്ര നാള് നീ ബാച്ചിലർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുവന്നു.
അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്തു കുറച്ച് നാള്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നു. പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഇവിടെ കുറച്ച് നാൾ ജോലി രാജ്യം വിട്ടു. രാജ്യം വിട്ടു. പിന്നെ ഇവിടെ വന്നിട്ട് കുറച്ച് നാൾ ജോലി ചെയ്തു. പിന്നെ MBA പഠിച്ചു. പിന്നെ ഇവിടെ വന്നത് MBA പഠിക്കാനാണ്. MBA പഠിച്ചു കഴിഞ്ഞാനായപ്പോ ജോലിക്ക് കയറി തുടങ്ങി. പിന്നെ ഇപ്പൊ അപ്പനാവാൻ പോവുകയാണ്. എന്തൊക്കെയാണ് 7 വർഷം കൊണ്ട് എന്താണ് അങ്ങനെയൊന്നും പറയല്ലേ. അതെന്തോ പേടിയാ. അറിയത്തില്ല. അപ്പൊ 7 വർഷമായി അങ്ങനെ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങളുടെ മുന്നോട്ടുള്ള ഈ ജേണി തുടങ്ങിയിട്ട് ഞങ്ങൾ കുറെ അടിപിടി കൂടും. ഞാനല്ല ഇവളാണ് അടി കൂടുന്നത്. ഞാൻ അടി കൂടാൻ പോകില്ല കേട്ടോ. ഞാൻ എപ്പോഴും അടി കൂടാൻ വന്നേ. അടിപിടി കൂടിയാലും ഉണ്ടല്ലോ, അടിന്നൊന്നും പറയാൻ പറ്റില്ല. അടിപിടിയൊക്കെ കൂടി നീ തോറ്റു പോത്തല്ലേ ഉള്ളൂ. പിന്നെയോ അടിക്കുന്നില്ല കേട്ടോ. ഒറ്റ ചവിട്ട് ബൂം എന്ന് പറഞ്ഞു പോകും. എന്നെ ഇതുവരെ അടിച്ചിട്ടൊന്നുമില്ല. എന്നെ ഇങ്ങനെ ഒറ്റയിടുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോ ഇങ്ങനെ മുഖം മാറ്റിയാൽ മതി. അപ്പഴത്തേക്കും ഉണ്ടാവും ഒരു മൂലക്ക് ഇത്. 2-3 ദിവസം കഴിഞ്ഞാൽ നിന്നെ ഇങ്ങനെ ഇവിടുന്ന് വിളിക്കൂടാ അപ്പേ. അയ്യോ ഉണ്ടായ പാട് വിളിക്കില്ല, സോറി ഞാൻ കുളിപ്പിച്ചു. അപ്പൊ 2-3 ദിവസം കഴിയുമ്പോ നമ്മുടെ ബേബി വരും. അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോയില് നിങ്ങൾ പങ്കുചേർന്നത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ. ഓക്കേ. പൊന്മണി.